എം ലോറൻസിന്റെ മൃതദേഹം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം തുടർ നടപടിക്ക് ഒരുങ്ങി കളമശ്ശേരി മെഡിക്കൽ കോളേജ്. 3 മക്കളെയും കേട്ട ശേഷം മെഡിക്കൽ കോളേജ് തീരുമാനം എടുക്കും. കൂടുതൽ വിവരങ്ങൾ പ്രദീപ് ജോസഫ് നൽകും. പ്രദീപ് ജോസഫ്, വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നത് എന്ന് വേണം പറയാൻ. മുതിർന്ന CPM നേതാവായ എം ലോറൻസിന്റെ ഭൗതിക ശരീരം ഇതുപോലെ പഠന ആവശ്യത്തിന് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട 3 മക്കളുടെയും അഭിപ്രായ വ്യത്യാസം. അതിൽ ഒരു കാര്യം കോടതി പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും, അനാട്ടമി നിയമപ്രകാരമായിരിക്കും എന്നാണ്. എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക്? ഈ അനാട്ടമി വകുപ്പിനെ എങ്ങനെയാണ് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിയുക എന്നതൊരു ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ് പലരുടെയും. എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനും തുടർന്ന് മറ്റ് നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ വിശദമായി പഠിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കാനുമാണ് ഹൈക്കോടതി ഇന്നലെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനോട് നിർദ്ദേശിച്ചത്. അനാട്ടമി നിയമത്തിൽ പറയുന്നതനുസരിച്ചായിരിക്കും മെഡിക്കൽ കോളേജ് അധികൃതർ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുക. പെട്ടെന്ന് ഇന്നോ നാളെയോ ഒന്നും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം നിയമ വിദഗ്ധരുമായി ഉൾപ്പെടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർ ചർച്ചകൾ നടത്തും. അതിനുശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. മാത്രവുമല്ല, ഒരു മൃതദേഹം പഠനാവശ്യത്തിനായി മെഡിക്കൽ കോളേജിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രികൾക്കോ നൽകിയാലും വളരെ പെട്ടെന്ന്, അതായത് 1-2 ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ 1-2 ആഴ്ചകൾക്കുള്ളിലോ ഒന്നും സാധാരണഗതിയിൽ ഇത് പഠന വിധേയമാക്കാറില്ല. കുറേ ഏറെക്കാലം ഫ്രീസറിൽ സൂക്ഷിച്ചതിന് ശേഷമാണ് മുൻപ് ലഭിച്ച മൃതദേഹങ്ങളുടെ ആ ഒരു ഓർഡർ അനുസരിച്ചാണ് പലപ്പോഴും മൃതദേഹങ്ങൾ പഠന വിധേയമാക്കുന്നത്. ഇവിടെയും അതുതന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നൊരു തീരുമാനം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതേസമയം 2 പരാതികളും കേൾക്കണം, അതുകൂടി പരിഗണിച്ചായിരിക്കണം തീരുമാനമെടുക്കേണ്ടതെന്നും ഹൈക്കോടതി മെഡിക്കൽ കോളേജിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് ഇക്കാര്യത്തിൽ പ്രധാനമായും പരിഗണിക്കുന്നത് അനാട്ടമി നിയമമായിരിക്കും. അനാട്ടമി നിയമം അനുസരിച്ചാണെങ്കിൽ ഒരാൾ മൃതദേഹം വിട്ടുകൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചാൽ അത് രേഖാമൂലം തയ്യാറാക്കിയ ഒരു കത്ത് ഇല്ല എങ്കിൽ തന്നെ 2 അതിലധികമോ ആളുകൾ ഇത്തരത്തിൽ മൃതദേഹം വിട്ടു നൽകാൻ സന്നദ്ധത തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു സത്യവാങ്മൂലമായി നൽകുകയാണെങ്കിൽ അത് പരിഗണിക്കാം എന്നാണ് അനാട്ടമി നിയമത്തിൽ പറയുന്നത്. ഇവിടെ എം ലോറൻസിന്റെ മൃതദേഹത്തെ സംബന്ധിച്ച് 2 മക്കളും മൃതദേഹം വിട്ടുകൊടുക്കുന്നതിൽ വിരോധമില്ല എന്ന് മെഡിക്കൽ കോളേജിനെ നിലവിൽ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ അക്കാര്യം പരിഗണിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിന് തീരുമാനമെടുക്കാം. അതേസമയം ഇപ്പുറത്ത് മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കരുത് എന്നുള്ള ആവശ്യം ഉന്നയിച്ച് നിൽക്കുന്നത് മറ്റാരുമല്ല, മരിച്ചയാളുടെ മകൾ തന്നെയാണ്. അതുകൊണ്ട് അക്കാര്യവും സ്വാഭാവികമായും മെഡിക്കൽ കോളേജിന് പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിയമ വിദഗ്ധരുടെ കൂടി അഭിപ്രായം സ്വീകരിച്ചതിന് ശേഷമായിരിക്കാം മെഡിക്കൽ കോളേജ് ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമെടുക്കുക. ഇരുകൂട്ടരെയും കേട്ട ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഒരു തീരുമാനം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് കരുതുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറ്റ് നിയമപരമായ കാര്യങ്ങൾ പരിഗണിച്ച് നിയമോപദേശം തേടി ഒപ്പം ഒരുപക്ഷെ ഈ മക്കളെ വിളിച്ച് വീണ്ടും ഹിയറിംഗ് നടത്തിയേക്കാം. അതിനെല്ലാം ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ.